പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40. നമ്മളിപ്പോൾ മണ്ണാർക്കാട് GM UP സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മണ്ണാർക്കാടിലെ കുടുംബശ്രീ, അതുപോലെ ആശാ വർക്കേഴ്സ്, അതുപോലെ ഹരിത കർമ്മസേന, ഇവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കൃഷ്ണ, അത് വനിതകളുടെ ഒരു തേരോട്ടോ. ഓക്കെ, നമുക്കപ്പോൾ അവരിലേക്ക് പോകാം. അപ്പോൾ ഇത് കുടുംബശ്രീ. ഹലോ കുടുംബശ്രീ, നമസ്കാരം. 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 അപ്പൊ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നോ? ഓക്കെ. അപ്പൊ ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുവോ? ഓക്കെ, ഞാൻ സത്യം പറയാം. അതായത് എനിക്ക് ഏറ്റവും ആദരവുള്ള ഒരു സ്ത്രീ സംഘം എന്ന് പറഞ്ഞാൽ ഈ കുടുംബശ്രീയാ. കാരണം നിങ്ങളുടെ അത്രയും വലിയ സംഘടന ഇപ്പൊ ഏഷ്യയിലുണ്ടോ എന്ന് സംശയമാ അല്ലേ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആള് നിൽക്കുന്നില്ലേ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ? വളരെ സന്തോഷം. അപ്പൊ നിങ്ങളെ എല്ലാവരും ഈ ഇവിടം കേന്ദ്രമാക്കിയുള്ളവരാണോ? അതെ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള. അപ്പൊ നമ്മൾ എന്തിനാ ഇറങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ അമ്മമാരുടെ കണ്ണീരൊപ്പാനാ. നിങ്ങളുടെ ടെൻഷൻ എന്താണ്? ലഹരിക്കെതിരെ അപ്പൊ അമ്മമാരുടെ ഒരു സപ്പോർട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉണ്ടോ ഈ ഏരിയയിലൊക്കെ? കുട്ടികള് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വാർഡ് തലത്തിൽ എല്ലാ തരത്തിലും ഞങ്ങള് കുടുംബശ്രീയുടെ ഭാഗമായിട്ടും ബാലസഭ കുട്ടികളെ വെച്ചും ഞങ്ങള് പേടിയില്ല. ഇവർക്ക് പേടിയില്ലെന്നാ പറയുന്നത് കേട്ടോ. എല്ലാ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് പാടെ തുടച്ചു നിൽക്കുന്നുള്ളത്. നമ്മൾ തുടച്ചു നിൽക്കുമോ? യെസ്, ഉറപ്പാണല്ലോ. ഉറപ്പാണ്. ഉറപ്പ്. ഉറപ്പ്. അപ്പൊ ഇത്തിരി അങ്ങോട്ട് വഴി തന്നെ അവരെ കൊണ്ട് ജീവിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖം. നമ്മുടെ ഒരു യാത്ര തുടങ്ങിയതാ. ഇതെല്ലാം ഓടുകയാണോ? അല്ലേ? നമ്മളൊരു യാത്ര തുടങ്ങിയതാണ്. ഒരു ചേച്ചി അകത്തോട്ട് മാറുന്നു. എന്താ പേര്? ഇവിടെ താമസിക്കുന്നു മണ്ണാർക്കാട്. അപ്പൊ നമ്മള് ശരിക്കും നമ്മളൊരു യാത്രയിലെന്ന് പറഞ്ഞാല് മയക്കുമരുന്നിനെതിരായിട്ടുള്ള, അതിന്റെ വ്യാപനത്തിനെതിരായിട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയല്ലേ? അല്ല, അതാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ വിപത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ പല അക്രമങ്ങളും പിള്ളേരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നതിന് ബേസിക് ആയിട്ടുള്ള കാരണം ലഹരി തന്നെയാണ്. നമ്മുടെ കുട്ടികളെ എങ്ങനെയാ സൂക്ഷിക്കുക? കുട്ടികളെ നമ്മള് അധ്യാപകര്, സ്കൂളിലെ, വീട്ടിലെ അമ്മമാര്, അച്ഛന്മാര്. അങ്ങനെയാണോ മോളെ? പഠിക്കുകയാണോ? കുടുംബശ്രീയാണോ? പഠിക്കുകയാണ്. ഞാൻ കുടുംബശ്രീയിലെ ഓക്സിലറി ഗ്രൂപ്പിലുള്ള ഒരാളാണ്. ഓക്സിലറി ഗ്രൂപ്പ് എന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയാ, അഡോളസൻസ് പറയും, 20 വയസ്സ് വരെയുള്ള ആൾക്കാര് അങ്ങനെ പറയും. 20 to 35. അല്ലല്ല, ജോലി ചെയ്യല്ല, ഞാൻ പഠിക്കുകയാണ്. സന്തോഷം. നമ്മുടെ ഈ മണ്ണാർക്കാട് ഏരിയയിലൊക്കെ ഇങ്ങനെയുള്ള പരാതികൾ വരുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങള് പോലീസിന്റെ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്ന ധൈര്യമുണ്ടോ? ഓ, ധൈര്യമുണ്ട്. നിങ്ങൾ വലിയ സംഘപരമല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട് ആൾക്കാരെല്ലാം കൂടെ? ഞങ്ങള് ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നാലും പേടിയില്ലല്ലോ? പേടിയുണ്ടോ? ആ മക്കളെ, എന്താ പേര്? എന്താ മോടെ പേരെന്താ? എന്റെ പടമൊക്കെ എടുത്തല്ലോ, ഞാൻ കണ്ട്. മോളുടെ പേര്? മോളുടെ പേരോ? ഓക്കെ, പഠിക്കുവാണോ? ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങളെല്ലാം കുടുംബശ്രീയാ. ഇവിടെ ഒരു ഹരിത കർമ്മസേനക്കാരെ കണ്ടല്ലോ, അവരെവിടെ? ഹലോ, ഹരിത കർമ്മസേന. ഓക്കെ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അംഗനവാടി ടീച്ചറാണ്. അംഗനവാടി ടീച്ചറല്ലേ? എവിടെ ഏത് അംഗനവാടി? മുണ്ടേക്കരാട് പറയുമ്പോഴത്തെ ചെയർമാന്റെ വാർഡും എന്റെ അംഗനവാടി ഏരിയ ഒന്നിലാണ്. എന്റെ മോൻ സാറുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും 24-ൽ എല്ലാ കാര്യങ്ങളും കാണുന്ന ആളാണ്. ഇവിടെ അടുത്താണ്. സെറിബ്രൽ പാൾസിയാണ്. അവനൊരു ലെറ്റർ സാർക്ക് തന്നത് രഞ്ജിത്ത് ശ്രീകുമാറിന്റെ കൈ കൊടുത്തിട്ടുണ്ട് സാർ. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് കൃഷ്ണ കാണാൻ പോകുന്നത് നമ്മുടെ ഹരിതകർമ്മസേന അല്ലേ? ഇതിനകത്ത് കുടുംബശ്രീ ചേച്ചിമാരുണ്ടോ? ഓക്കെ. ഞാൻ ആശാ വർക്കറാണ്. ബിന്ദു രാധാകൃഷ്ണൻ എന്നാണ് പേര്. അപ്പൊ നമ്മളൊരു സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമരം ഒന്നും ആയില്ല, 59ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോ നിരാഹാര സമരം ഒന്നും ആയിട്ടില്ല. അപ്പോ നമുക്ക് അതിനെന്തെങ്കിലും നടപടിയൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ വെറും 7000 തുച്ഛമായ വരുമാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് മാത്രം ആശാവർക്കർമാർക്ക് മാത്രം കൂട്ടിത്തരാൻ അവർക്ക് സാമ്പത്തികം ഇല്ല. ബാക്കിയുള്ള എല്ലാ മേഖലയ്ക്കും കൊടുക്കാൻ പൈസയുണ്ട്. ഖജനാവിൽ എല്ലാവരും പൈസയുണ്ട്. ഈ തുച്ഛ വരുമാനത്തിൽ 3000 രൂപ വീതമെങ്കിലും നമ്മളെ എപ്പോഴും ഒരു ടാർഗറ്റ് വെക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല എന്ന് നമുക്ക് അറിയാം. എങ്കിലും സർക്കാർ ഒരു തുക പ്രഖ്യാപിക്കണല്ലോ, ഇത്ര നിങ്ങൾക്ക് തരാം, ഇപ്പൊ നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പടിപടിയായി കൂട്ടാം, അങ്ങനെ ഒരു നല്ല വാക്കെങ്കിലും പറയണ്ടേ. തിരുവനന്തപുരത്ത് 2 പ്രാവശ്യം പോയി വന്നതാ. മുടിമുറിക്കലിനൊക്കെ ഞാൻ
ഓക്കെ. അപ്പൊ ഈ മുടി മുറിക്കുന്നതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മുടി മുറിക്കാൻ ഒരുപാട് കുന്തളൊന്നുമില്ല, തലകുത്തി നിന്നാൽ നിലത്ത് മുട്ടും അത്ര. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അതിനിപ്പോ മുടി പോയപ്പോ ടെൻഷനായോ? ഇല്ലില്ല, ഒരു ടെൻഷനും ഇല്ല. എത്ര ചേച്ചിമാരെ അവിടെ തല മുണ്ടന പത്മജ ചേച്ചിയൊക്കെ തല മൊട്ടയടിച്ചിട്ടായിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞു മക്കളെയും കൊണ്ട് ഒക്കെ ഇരിക്കുന്ന ഒരുപാട് പേര് മുടി മുറിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ നിൽക്കുന്ന മിനിയാണ് ആദ്യം മുടി മുറിച്ച മിനിമേടാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളെ ഇച്ചിരി മുടി അത് കുഴപ്പമില്ല. അപ്പൊ നിങ്ങള് കുടുംബശ്രീ അംഗമാണ് ADS ആണ്. ഓക്കെ. അപ്പൊ വളരെ സന്തോഷമുള്ള കാര്യം. ഞങ്ങൾ സൗഹൃദ കുടുംബശ്രീ 13 ആളുണ്ട്. നന്നായി പോകുന്നുണ്ട്. 24 വർഷമായി. നിങ്ങൾ എന്തൊക്കെ ജോലികളാ ചെയ്യുന്നത് ഇപ്പോ? ഞങ്ങള് വീട്ടില് തയ്യലുണ്ട്. പിന്നെ എല്ലാരും ഓരോരോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടോ? ഉണ്ട് സാർ. എന്താ പേര്? ആത്തിക്ക. എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം സാർ. നല്ല വിശേഷം. സുഖമായിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ എന്നെ ഇടിച്ചു പുറത്താക്കുന്നത്. അതായത് നമ്മളിപ്പോ പാവം, എനിക്ക് മനസ്സിലായി. നമ്മൾ വലിയ ഞാൻ ഇടിച്ചിടുന്നേ നിങ്ങൾ ഞാൻ ഇടിച്ചിടുന്ന ഓക്കെ. നമ്മളൊരു വലിയ യാത്രയിലാണ്. നമ്മള് യഥാർത്ഥത്തിൽ സ്ത്രീകളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം വീട്ടമ്മമാർക്കാണ് ഇതിന്റെ ടെൻഷൻ. അതുകൊണ്ട് വീട്ടമ്മമാരുടെ കണ്ണീരിന് അന്ത്യം കാണുക. തുടച്ചു മാറ്റണം. ലഹരിയല്ല അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. സ്കൂളിലാ? ഞാനിവിടെ പ്രൈവറ്റ് ആയിട്ട് പോകുന്ന ഒരു സ്കൂളിലാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ കുടുംബശ്രീയിൽ ഇങ്ങനെയാണ്. ഇപ്പൊ SK പ്രോഗ്രാം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്. കാരണം ഇതൊന്നും വല്ല മെസ്സേജ് കിട്ടി എനിക്ക് എന്റെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടികളെ സ്കൂളിലെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും. അതിലാണ് ലഹരി കണ്ടത്. തൊലഞ്ഞു. അപ്പൊ മോളെ വാ. മോളുടെ പേരെന്താ? ഇവിടെ ഒരു ഭാവിയിൽ സിനിമ താരാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താ മോളുടെ പേര്? മോക്ക് ആർട്ടിസ്റ്റ് ആവണോ? മിടുക്കി. ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ സ്വസ്ഥമായിട്ട് സന്തോഷം. നമ്മുടെ ഹരിതകർമ്മസേന എന്ത് ചെയ്യും? ഹരിതകർമ്മസേന സേന എല്ലാം നിങ്ങളാണ് ശരിക്കും കേട്ടോ. ജോലി എടുക്കുന്ന ആൾക്കാർ, അധ്വാനിക്കുന്ന ഗ്രൂപ്പാ. ഇവരെ എടുക്കുന്നതല്ല. നിങ്ങൾ എന്തൊക്കെ ജോലികളാ ചെയ്യുന്നത് ഇപ്പൊ? ഞങ്ങൾ വലിയ പൊടി കവറുകളൊക്കെ കവറുകളെടുക്കും. വീട്ടില് നല്ല രീതിയിൽ പെരുമാറും. ജനങ്ങളോട് ഇടപഴകും. ആൾക്കാരോട് പ്രകോപിപ്പിച്ചാലോ? നിൽക്കും. അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കും. എന്താ വെച്ചാൽ അവര് നമ്മളടുത്ത് ചൂടായ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇല്ല ഞങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്താ കവറുകൾ വൃത്തിയിൽ വെക്കണം, പാൽ കവറ്, ഇറച്ചി കവറ് കൊണ്ട് വീട്ടമ്മമാരെ എങ്ങനെ നേരിടും? എന്ത് അവര് നമ്മൾ കേറി പോകുമ്പോ അമ്മേന്ന് വിളിക്കുക അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിച്ചാൽ അവരൊരു മായായിട്ട് വരും. അല്ല, വയസ്സായ അമ്മമാരൊക്കെ ആവും. അപ്പൊ അവര് നമുക്ക് കവർ ഇല്ലെന്ന് പറഞ്ഞാലും കൂടി എടുത്തോണ്ടെന്ന് തരും. അറിയാം. മുമ്പില് നിൽക്കും. അത് നിർത്താൻ വേണ്ടിട്ട്. എന്നാ കുടുംബം കുറെ ശരിയാവുമല്ലോ. പിന്നെന്താ കുട്ടികളൊക്കെ ആക്കി പോണത്, പ്രായപൂർത്തിയായ കുട്ടികളെ അവരൊക്കെ വീട്ടിലാക്കി പോകുമ്പോ അതിനെതിരായിട്ട് നമുക്ക് നിക്കണം സാറേ. പേടിയാ. മക്കളൊക്കെ അങ്ങനെ സുഖമായി പോണു. മക്കളൊക്കെ സുഖമായി ജീവിക്കാൻ വേണ്ടി നമ്മളെ യാത്രക്ക് ഇറങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഒരു അഭിപ്രായം എന്തുവാ? ഈ മയക്കുമരുന്നിന്റെ ഇവിടെ മണ്ണാർക്കാടൊക്കെ എങ്ങനെയാ പൊതുവെ? മണ്ണാർക്കാട് ഇല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് നിങ്ങളുടെ വിശ്വാസം? അല്ല, ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷെ തിരിച്ച് ഞങ്ങൾ അതിനെ കണ്ടെത്തി പോലീസ് കേസെടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. നമ്മുടെ കുടുംബശ്രീ ഭാഗത്ത് തന്നെ നമ്മളവിടെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. ഈ സാധാരണ MDMA ഒക്കെ പോലുള്ള രാസലഹരി കുറച്ചൊക്കെ അത് പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ടുണ്ടല്ലേ? പേടിയുണ്ടോ നിങ്ങൾക്ക്? അല്ലെ, കാര്യം ഇവരൊക്കെ അക്രമകാരികളാണ്. ഇവരെ ബഹുതരത്തിൽ കണ്ട പ്രശ്നമാണ്. എന്താ പേര്? ഷിബ. ഓക്കെ. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ? ജോലിയൊക്കെ എങ്ങനെ? നല്ല രീതിക്ക് പോകുന്നുണ്ട്. കൃഷ്ണയ്ക്ക് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു നിങ്ങളുടെ? അല്ല, എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മുടെയൊക്കെ ചുറ്റുപാടുള്ള മാലിന്യങ്ങൾ മുഴുവൻ തുടച്ചു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ മാലിന്യത്തിലൊന്നാണ് ലഹരി എന്ന് പറയുന്നത്. അതിനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. കുടുംബശ്രീയുടെയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഇറങ്ങി നടക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കുന്നത്. മാത്രമല്ല, ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നമുക്കൊരു സുരക്ഷിതത്വം ഇല്ല. ഇപ്പൊ അച്ഛനാണോ അമ്മയാണോ മകനാണോ മകളാണോ ആരാണ് വെട്ടിക്കൊല്ലുന്നത്, കോടാലി എടുക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവല്ലോ 100%. ആ പാട്ട് പാടുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ആരാ പാട്ട് പാടുന്നത്? പാട്ടാരാ? ആ പാട്ട് പാടിക്കോളൂ. അപ്പൊ നമുക്ക് മറ്റേ മൈക്കുണ്ടോ? എന്താ പേര്? നിഷ. നിഷ ഏത് പാട്ടാ പാടാൻ പോകുന്നത്?
ഞാൻ ശ്രീരാഘവോ 4 പേര്. ഓ സൂപ്പർ പാട്ടാ പാടുന്നത്. ആ ശരത്തങ്ങാനം കേട്ടാ പ്രശ്നമാവും. ഓക്കെ റെഡി. ആ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിൽ നീരാടി നാം പുത്തിലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനക്കേറാമീട്ടിൽ ഇനി ആയിരത്തിരക്കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ. ഓക്കെ താങ്ക് യു. പേരെന്തുകൂടെ പറഞ്ഞ് നിഷ അല്ലേ? അപ്പൊ നിഷയുടെ കാര്യം നമ്മൾ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ശരത്തിനോട് പറയും. ചിലപ്പോ ഇനി അടുത്ത പടം ചെയ്യുമ്പോൾ ചിലപ്പോ പാടാൻ വിളിച്ചാലോ അല്ലേ? ബോധക്കെട്ട് വരുമോ? ആ ചിലപ്പോ ബോധക്കെട്ട് വന്നല്ലോ. വിളിക്കണം അല്ലേ? ഒന്ന് വിളിക്കണം. കന്നഡ പാട്ടായാലോ? കന്നഡ ഗായികയുടെ പേര് ഓ ഇത് കുടുംബത്തോടെ നിശ്ചയമാണോ? പാടിക്കോ. കന്നഡയിൽ പറയൂ ഈ പാട്ടിനെ കുറിച്ചൊന്ന് പറയൂ. കന്നഡയിൽ പറയൂ. ഇത് ഞാൻ ആള് ശരിയല്ലെന്ന് കന്നഡയിൽ എങ്ങനെ പറയും? കറക്റ്റ്. താങ്ക് യു. ಕಂದಮ್ಮ ನಗುವಾಗ ಚಂದಿರನು ನಗುತ್ತಾದೆ ಚಂದದ ಕೂಸೆಂದು ಆಸೆಯಲ್ಲಿ ಬೆಸೆದ್ಯಾನ ಒಂದೊಂದು ಮುತ್ತಿನ ಶೃಂಗಾರ ಮಾಡಿದೆ ಒಂದೊಂದು ಮುತ್ತಿನ ಶೃಂಗಾರ ಮಾಡಿದೆ ಕೂಸೆ ನಕ್ಕದೆ ಬದುಕಲ್ಲಿ ಬಂಗಾರ ನಿನ್ನಲುಮೆ ನನಗೆಂದು ಆಧಾರ ನಿನ್ನ ಉಸಿರಲು ನಾ ಇರುವ ಜಾಣೆ ಇದು ನನ್ನಾಣೆ ಶಿವನಾಣೆ ಕೇಳು ಜೊತೆಯಾಗಿ ಆಡುವೆನು ನಾನು ಕಂದಮ್ಮ ನಗುವಾದ ಚಂದಿರನು ನಗುತ್ತಾದೆ ಚಂದದ ಕೂಸೆಂದು ಆಸೆಯಲ್ಲಿ ಬೆಸೆದ. ഓക്കെ കന്നഡക്കാരിയാണോ? ഞാൻ കാസർഗോട്ടുകാരിയാണ്. കാസർഗോഡ് എല്ലാം അറിയാം. കന്നഡ എല്ലാം അറിയാം. കന്നഡ, മലയാളം, തമിഴ്, തെലുഗു അറിയാം. കന്നഡ, മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, തുളു അപ്പൊ എല്ലാവരുടെ 10 വരുന്ന ഭാഷയായല്ലോ. നമ്മള് കാസർഗോട്ടുകാരെന്ന് പറയുന്നത് സപ്തഭാഷാ സംഗമം സപ്തസംഗമക്കാരി കീ. ഓക്കെ വളരെ സന്തോഷം. അപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമ്മള് സമയമുള്ളവര് ഈ മാസം 20-ാം തീയതി കോഴിക്കോട് വരണം. വൈകുന്നേരം നമ്മൾ ഒറ്റ ശബ്ദത്തിൽ 1 ലക്ഷം ആൾക്കാരെ വിളിച്ചു പറയും ഈ നാട്ടിൽ രാസലഹരി വേണ്ട, MDMA-കാരൻ കടന്നു പോകുന്നു. അപ്പൊ വരുമോ നിങ്ങള്? ഒന്ന് വരണം വെച്ച്. എന്തോ വരട്ടെ, കുറച്ച് പൈസ ചെലവായാലും കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ ഒരുപാട് കാശായില്ലയോ കയ്യിൽ കാശായോ? തലശ്ശേരിക്കാരാ? ഓക്കെ. കയ്യിൽ കാശുണ്ടോ ഒത്തിരി? അമ്മച്ചിക്ക് പൈസ ഉണ്ടോന്ന് അമ്മച്ചിക്ക് നാണം വന്നു അതല്ലേ? ഓക്കെ. അപ്പൊ ജോലിയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലേ? ഓക്കെ. ഓക്കെ. പിന്നെന്താ അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് ഇപ്പോ? പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ സന്തോഷം. വളരെ സന്തോഷം. പറയാനുണ്ടോ നിങ്ങൾക്ക്? നല്ല പ്രവർത്തനമാണ് എന്ന് പറയാം. എന്താ പറഞ്ഞേ? ഈ പരിപാടി നല്ല രീതിയിൽ വിജയിച്ചു വരട്ടെ. എല്ലാവർക്കും നല്ലൊരു ഇതാവട്ടെ. അതെ തീർച്ചയായും. ഉപയോഗിക്കുന്ന ആൾക്കാരെ വിശേഷം നല്ല തന്നെയാണ്. ഒരു ഫാമിലി ഫോട്ടോ ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു 35 വർഷം മുമ്പുള്ള ഒരു സഹോദരിയുടെ മകനാണ്. അദ്ദേഹത്തെ കാണാനില്ല എന്നാണ് പറയുന്നത്. അന്ന് പോയതാണ്. അപ്പൊ അദ്ദേഹത്തെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇവർ പല പ്രശ്നങ്ങളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ വാർത്ത കൊടുത്താലോ?
അല്ലേ? അപ്പൊ ശ്രീജിത്തിനെ ഏൽപ്പിക്കുന്നു. 24ന്റെ പരിപാടി അലനല്ലൂർ വന്നപ്പോ ഒരു മാസം അന്ന് മുതൽക്ക് കാണാൻ തുടങ്ങിയതാ. എന്നും 24ന്റെ പരിപാടി കാണും. പിന്നെ സാറിനെ നേരിട്ട് കേട്ടെ. ആൾക്കാരാണ് GSSന്റെ ആൾക്കാരാണ് GSSന്റെ ആൾക്കാരാണ് ഇപ്പൊ തുടങ്ങുന്നത്. ഞങ്ങള് അറിയുന്നത് ശരി, ഓക്കെ, ബൈ. ഓക്കെ. ആരാ ഊർമിള? ഊർമിള എവിടെ? ഊർമിള എവിടെ? ഊർമിള എവിടെയാ? ഇതാണോ ഊർമിള? ഊർമിള എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് പിന്നെ ഈ 12-ാം തീയതി മനുഷ്യമതില് ഉണ്ട്, മണക്കാട് നഗരസഭയും മൂവ് എന്ന സംഘടനയും കൂടെ. അപ്പൊ അതില് ഞങ്ങളെ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു മനുഷ്യമതിലാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവരും ചേർത്ത് പാടൂ. ഏതാ? കാക്കേ കൂടെ എവിടെയാണോ? അല്ല, പിന്നെ ഏതാ? ഓക്കെ. എല്ലാരും മൈക്കൊന്ന് കൊടുത്തോളൂ. എല്ലാരും മൈക്കൊന്ന് കൊടുത്തോളൂ. അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകും. അതല്ലേ ചോദ്യം? അത് ഒരു വലിയ പാടുള്ള ചോദ്യ. അപ്പൊ ഓക്കെ. കണ്ടു. ഇത് എഴുതിയ ആളെ നമ്മൾ കണ്ടു വഴിക്ക് വെച്ച്. അദ്ദേഹം ഇത് തന്നെ ചോദിച്ചത്. ഓക്കെ. അപ്പൊ മറ്റേ മൈക്ക് എവിടെ? കൊടുത്തോ? പാടിക്കോളൂ. 1, 2, 3. ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? അതിന്റെ ഇടയ്ക്ക് ചോർന്നു പോയോ? അതോ വരി മറന്നു പോയോ? എന്താ പറ്റിയേ? ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു. നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. നമ്മള് കാണാൻ പറ്റിയ ശ്രീനാഥ് ഒരു പ്രാവശ്യം ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമീർക്കെ അറിയാമോ? ഞാൻ ആദ്യം സംശയിച്ചു. കാര്യം അറിയോ? ഇദ്ദേഹത്തിന് TP മാധവൻ എന്നുള്ള സിനിമാ നടന്റെ മുഖത്തിനൊരു സാമ്യമുണ്ട്, അല്ലേ? ചേട്ടൻ ഞെട്ടി. എന്താ പേര്? ഹമീദ്. ഇവിടെ തന്നെ മണ്ണ എന്റെ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ കോളേജിലെ സ്റ്റാഫ് ചെയ്യുന്നു. ഇപ്പൊ പെൻഷനായി. MES കല്ലടി കോളേജിലെ സ്റ്റാഫ് ചെയ്യുന്നു, ഓഫീസ് സ്റ്റാഫ് ചെയ്യുന്നു. ഇപ്പൊ ചിത്രകാരനാ. ഇപ്പൊ ചിത്രം വരച്ചുകൊണ്ട് സാറൊന്ന് വരച്ചിരിക്കണം. ഞാൻ അവിടുന്ന് തരാം, അവിടുത്തെ പരിപാടിക്ക് തരാം. ഞാൻ ഇന്നലെ വരച്ചു കൊടുക്കുന്ന ഞാൻ അവിടുന്ന് തരാം. ഇത് കുടുംബശ്രീ അല്ലേ? ഇവിടുന്ന് ബലവന്റെ തരൂല. കുടുംബശ്രീ സാറെ ദിവസം കാണലുണ്ട്. നിങ്ങളൊക്കെ 24 കാണുന്നില്ലയോ? കാണാതെ ദിവസം അപ്പൊ 24 കീ അതിലും വലിയ പരസ്യല്ലേ. അപ്പൊ ഇനി നമ്മള് ഫോട്ടോ സെഷൻ. അപ്പൊ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കുടുംബശ്രീ ഹരിതകർമ്മസേന ആശാ വർക്കേഴ്സ് ഒക്കെ വളരെ അസ്വസ്ഥയിലാണ്. നിങ്ങൾക്കറിയാം, സെക്രട്ടറിയുടെ മുന്നിൽ സമരം ഒന്നും ആയിട്ടില്ല. ഈ മക്കളൊക്കെ രണ്ടുപേരും ഉണ്ട്. അപ്പൊ ഇനി ഒരു ഫോട്ടോ എല്ലാവർക്കും ഒന്നിച്ചെടുത്ത പോരെ? ഓക്കെ. അപ്പൊ താങ്ക് യു.